السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل رسل الله وعلى آله الفائزين برضا الله صلى الله تعالى وسلم وبارك على هذا النبي الكريم والرسول السيد السند العظيم ذي القلب الرحيم سيدنا ومولانا محمد وعلى آله وأصحابه صلاة وسلاما دائمين متلازمين إلى يوم المعاد. ഏറ്റവും ആദരണീയരും അഭിവന്ദ്യരുമായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ആബാലവൃദ്ധം, പ്രവർത്തകർ, മഹബ്ബത്ത് കൊണ്ട് പരിശുദ്ധ ദീനിനെ നെഞ്ചിലേറ്റിയ അഹ്ലുസുന്നത്തിൻ്റെ പ്രതിഭകളായ പ്രവർത്തകർ, സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മളുടെ ഈ സംഗമം നമ്മുടെ ആത്മാവിന് ആത്മീയ ലോകത്ത് കുളിരണിയാൻ പറ്റുന്ന അനുഗ്രഹീതമായൊരു സംഗമമായി അല്ലാഹു തആല സ്വീകരിച്ച് സബലീകരിച്ച് പ്രതിഫലാർഹമാക്കി തരുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിലും ഒരുമിക്കാൻ നമ്മുടെ നേതാക്കളോടൊപ്പം, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബാദികളോടൊപ്പം സംഗമിക്കാൻ സർവാധിപതിയ റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അല്പം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി മാത്രം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മളോട് പറഞ്ഞു, വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം. അഥവാ ഏത് കാലത്തേക്കും ബാധകമാകുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ പരാജിതർ തന്നെയാണ്. മാനവികതയും മാനവിക മനോഹാരിതയും മാനം മുട്ട പറയുന്ന നമ്മൾ ആത്മീയ ലോകത്തിൻ്റെ വിജയവും പാരത്രിക ലോകത്തിൻ്റെ വിജയവും കരഗതമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കേണ്ട കാര്യങ്ങളെ യഥോചിതം വിശ്വസിക്കുകയും പ്രവർത്തിക്കേണ്ട സൽക്കർമ്മങ്ങളെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പരാജയപ്പെടാതെ രക്ഷപ്പെടാൻ സാധ്യമാവൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഈ ചില കാര്യങ്ങൾ പറയുന്നത് ഏതെങ്കിലും ധ്രുവീകരണ ശക്തികളോട്, വിഭാഗീയ ചിന്താഗതിക്കാരോട് മല്ലടിക്കാനോ തർക്കിക്കാനോ മറുപടി പറയാനോ അല്ല. മറിച്ച് എൻ്റെ ആത്മാവിന്, നിങ്ങളുടെ ആത്മാവിന് നാളെ പാരിത്രിക ലോകത്തൊരു സമാധാനം ലഭിക്കണം. അതിനുവേണ്ടിയാണ് അല്ലാഹു ദീനിനെ ഇവിടെ നമുക്ക് ഇറക്കിത്തന്നത്. നമ്മുടെ ആത്മാവിന് വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊലാ, ഭൗതിക ജീവിതത്തിൻ്റെ സുഖാനുഭൂതികളിൽ നമ്മൾ മുക്കറ്റം മുട്ടിക്കിടക്കാതെ ആത്മീയ ലോകത്തിൻ്റെ അനന്തതകളിലേക്ക് അനുഗ്രഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവാചക പ്രഭുവിൻ്റെ പിന്നാലെ സ്വർഗത്തിൽ പോകാൻ നമുക്ക് സാധിക്കണം. 2-3 ദിവസം ത്യാഗപൂർണമായി ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മളിവിടുന്ന് പിരിയുന്ന സമയത്ത് ഒരാത്മീയ ചൈതന്യത്തോടെ 14 നൂറ്റാണ്ട് പഴക്കമുള്ള അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങളുടെ സഹാബാക്കൾ ഏറ്റെടുത്ത ആ ധാർമ്മികമാകുന്ന ചാരിതാർത്ഥ്യം ഏറ്റെടുത്തുകൊണ്ട് വേണം നമുക്ക് പിരിയാൻ. അതിന് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ പഠിപ്പിച്ചു തന്ന സൽക്കർമ്മങ്ങളുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചു തന്ന സൽക്കർമ്മങ്ങളുണ്ട്. ആ സൽക്കർമ്മങ്ങൾ ഖണ്ഡനത്തിനും മണ്ഡനത്തിനും മാത്രം ഉപയോഗിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാനത് ചേർത്തി വെച്ചിട്ടുണ്ടോ, ഞാനത് നെഞ്ചോട് ചേർത്തി പിടിച്ചിട്ടുണ്ടോ എന്നൊരു പുനരാവലോകനം നടത്താൻ കൂടിയാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ?
എൻ്റെ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിനെ സ്നേഹിക്കണം അല്ലെങ്കിൽ സ്നേഹിക്കുണ്ടെന്ന് നമ്മുടെ മനസ്സിനോട് നാം ഒരു മുദ്ര ചാർത്തേണ്ട സമയമാണ്. നമുക്കൊന്ന് കൈ ഉയർത്താം. നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട്. അല്ലാഹു അക്ബർ. എല്ലാവർക്കും ഒന്ന് കൈ ഉയർത്താം. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് രേഖപ്പെടുത്തി അല്ലാഹു അക്ബർ. ഈ മഹബ്ബത്ത് നിലനിൽക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞൊരു ദൗത്യം നാം ഏറ്റെടുക്കണം. ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടരുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന മുത്തുനബിയെ അനുധാവനം ചെയ്യുക, അവിടുത്തെ സുന്നത്ത് ഏറ്റെടുക്കുക, അവിടുത്തെ പിറകെ സഞ്ചരിക്കുക. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടും. യുഹ്ബിബുക്കുമുല്ലാഹ്. എത്ര നല്ലൊരു സന്തോഷമാകുന്ന ഒരു അർത്ഥഗർഭമായ സംക്ഷിപ്തമാകുന്ന ഒരു സമാഹാര യജ്ഞമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതാ നാളത്തോടും കഴിഞ്ഞാൽ റജബ് മാസം നമ്മുടെ മുന്നിൽ വരികയാണ്, ശഅബാൻ മാസം വരികയാണ്, പരിശുദ്ധ റമദാൻ മാസം വരികയാണ്. സഹാബാക്കൾ ആരാധനാ നിരതരായി അരമുറുക്കി രംഗത്തിറങ്ങുന്ന അനുഗ്രഹീത നിരരാത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഈ സംഗമം നമുക്ക് മാതൃകയാകണം. നമുക്കൊരുപാട് സുന്നത്തുകൾ ജീവിതത്തിൽ പതിവാക്കാൻ ഈ സംഘം ഉപകരിക്കണം. അതുകൊണ്ട് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കാനുള്ള മാസം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അങ്ങനെ ദുആയിരുന്നു കൊണ്ട് ആത്മീയതയെ കുളിരണിയിപ്പിക്കേണ്ട മാസം. ഈ മാസത്തിൽ നാം കുറേ സുന്നത്തുകൾ ഏറ്റെടുക്കണം. ഒരുപാട് സുന്നത്തുകൾ നിരത്തി പറയാൻ ഇവിടെ ആഗ്രഹമുണ്ട്, പക്ഷെ അവസരമില്ലാത്തത് കൊണ്ട് ഞാനിതിലേക്ക് കടന്നു പോകുന്നില്ല. പ്രധാനമായും ഞാൻ നമ്മളോട് പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. നമ്മൾ ആരാധനയുടെ എല്ലാ വശങ്ങളും പറയാനല്ല, വിമർശിക്കപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ എതിർകക്ഷികൾ ആക്ഷേപിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രധാനമായും പ്രാർത്ഥന അഥവാ കൂട്ടുപ്രാർത്ഥന, നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന. അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി അള്ളാഹുവും അവൻ്റെ റസൂലും നിശ്ചയിച്ചു തന്ന ഏറ്റവും വലിയൊരു ഇബാദത്തിനെ എന്തെങ്കിലും മുറിന്യായങ്ങൾ പറഞ്ഞ് നമ്മളിൽ നിന്ന് അകറ്റുകയും അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയും നമ്മളെ ആ സൽക്കർമ്മം ചെയ്ത് സൽവൃത്തരായി സ്വർഗത്തിലെത്തുന്നതിനെ തൊട്ട് തടയാൻ വേണ്ടി മനഃപൂർവ്വം ഇബ്ലീസ് പുത്തൻവാദികളുടെ കോലത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മളെ മടിപ്പിക്കുകയാണ്. കൂട്ടുപ്രാർത്ഥന വേണ്ട. ആരാണിത് പഠിപ്പിച്ചത്? പരിശുദ്ധ ഖുർആനിൽ കൂട്ടുപ്രാർത്ഥന പാടില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? തിരുത്താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതെങ്കിലും ഒരു ഹദീസ്, ലഈഫായ ഹദീസിലെങ്കിലും കൂട്ടുപ്രാർത്ഥന പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? മദ്ഹബിന്റെ ഇമാമുകൾ, മുജ്തഹിദുകളായ ഇമാമുകൾ ആരെങ്കിലും കൂട്ടുപ്രാർത്ഥന പാടില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആധികാരിക ഗ്രന്ഥങ്ങളിൽ കൂട്ടുപ്രാർത്ഥന പാടില്ലെന്ന് ഒരു അരവരിയെങ്കിലും എവിടെങ്കിലും ഉദ്ധരിക്കാൻ സാധിക്കുമോ? സാധ്യമല്ല. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദുആഉ മുഖുൽ ഇബാദ, കാതലായ ഇബാദത്ത്, അല്ലാഹുവുമായി അടുക്കുവാനുള്ള കാതലായ ഇബാദത്ത്, അത് ദുആയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിൻ ഏത് പ്രതിസന്ധി സമയത്തും അവന് വിജയിക്കുവാനുള്ള അവന്റെ കരവലയങ്ങളിൽ ആധികാരികമായി സൃഷ്ടാവ് തന്ന ആയുധമാണ് ദുആ. ആ ദുആ നിരുത്സാഹപ്പെടുത്തി കൂട്ടമായി ദുആ രക്കുമ്പോൾ കൂടുതൽ ഇജാബത്ത് ലഭിക്കുന്നു. ആ പ്രത്യയ ശാസ്ത്രത്തെ മണ്ണിട്ട് മൂടി പിശാചിന്റെ പിറകെ പായാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് പുത്തൻവാദികൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഫത്തബിഊനി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഏറ്റവും വലിയ പ്രാർത്ഥന, മുസ്ലിമീങ്ങളുടെ ആരാധന, അത് നിസ്കാരമാണ്. നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമാൻ. അത് സ്വന്തം ദുആരക്കാനാണോ അല്ലാഹു പഠിപ്പിച്ചത്? അല്ല. ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ പോലും കൂട്ടമായി പ്രാർത്ഥിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പഠിപ്പിച്ചു. ഇയ്യാക നഅ്ബുദു, അഅ്ബുദു, ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയാതെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് കൂട്ടമായി പറയാൻ അല്ലാഹു പഠിപ്പിച്ചു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം,
ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും കൂട്ടുപ്രാർത്ഥനയോടെ വേണം അള്ളാഹുവിനെ സമീപിക്കാനെന്ന് ഖുർആൻ പഠിപ്പിച്ചു. എന്നിട്ട് കൂട്ടമായാലും ഒറ്റയ്ക്കായാലും അത് തീരുമ്പോൾ ആമീൻ, ഇത് ഉത്തരം ചെയ്യണമേ എന്ന് പറയാൻ പഠിപ്പിച്ചു. ജമാഅത്ത് നിസ്കാരമാണെങ്കിൽ ഇമാമ് എല്ലാവർക്കും വേണ്ടിയും ദുആരക്കുന്നു, നമ്മളെല്ലാവരും ആമീൻ പറയുന്നു. ഈ ചിട്ടയാണ് ഫർളായ നിസ്കാരത്തിൽ അള്ളാഹു പഠിപ്പിച്ചതെങ്കിൽ ആ അള്ളാഹു പറഞ്ഞോ നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ ഇനി കൂട്ടമായി ദ്വാരക്കരുതേ, ഇതുവരെ ഹലാലാണ് ഇനി ഹറാമാണ്, ഇതുവരെ സുന്നത്താണ് ഇനി ബിദ്അത്താണ് എന്ന് അള്ളാഹു തആല പഠിപ്പിച്ചോ? ഇല്ല. സാക്ഷാൽ മനുഷ്യരെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ വേണ്ടി പിശാച് അവന്റെ പ്രതിരൂപം ബിദ്അത്തിലായി പ്രതിഷ്ഠിക്കപ്പെട്ടു. ആ പ്രഖ്യാപനങ്ങളുമായി കുറെ ആളുകൾ അതിൽ വഴുതി വീണു. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തിയ നിരവധി തെളിവുകൾ നമ്മളുടെ കരങ്ങളിലുണ്ട്. പക്ഷേ നമുക്ക് അവസരങ്ങളില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അയ്യു ദുആഇ അസ്മഅ്. നബി തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഏറ്റവും നല്ല സമയം ഏതാണ് ദുആരക്കാൻ? ഇജാബത്ത് കിട്ടുന്ന സമയം ഏതാണ് ദുആരക്കാൻ? അയ്യു ദുആഇ അസ്മഅ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജൗഫുൽ ലൈൽ വദുബറൽ മക്തൂബാത്ത്. പാതിരാ സമയം അല്ലാഹുവും നീയുമായി ഏകാന്തതയിൽ നിന്റെ സ്വകാര്യങ്ങൾ പറയാനുള്ള സന്ദർഭം, ഉറങ്ങാൻ വേണ്ടി കിടക്കാതെ, ശരീരത്തിന് വിശ്രമം കൊടുക്കാതെ സർവാധിപതിയായ യജമാനനായ അല്ലാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൈനീട്ടി ദുആരക്കുക, അത് ഇജാബത്ത് കിട്ടുന്ന ദുആയാണ്. പിന്നത്തെ ദുആ ഏതാണ്? ദുബറൽ മക്തൂബാത്ത്. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ദുആ ഇരിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ നിസ്കരിച്ച് സലാം വീട്ടിയാൽ ഉടനെ തീക്കുണ്ടാരത്തിൽ നിന്ന് ചാടിപ്പോകുന്നത് പോലെ ചാടിപ്പോകും. അത് അള്ളാഹുവിന് വെറുപ്പാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മല്ലം യദുഉല്ലാഹ്, അള്ളാഹുവിനോട് ഒരാൾ ദുആ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു അവന്റെ മേൽ ദേഷ്യം പിടിക്കും. നിസ്കരിച്ചിട്ട് ദുആരക്കാതെ എഴുന്നേറ്റ് പോയാൽ അള്ളാഹുവിന് അവനോട് ദേഷ്യമുണ്ടാകും. എത്ര വലിയ കോപമാണ്, എത്ര വലിയ ദേഷ്യമാണ് സമൂഹത്തിൽ ഇവർ വിളമ്പാൻ ആഗ്രഹിക്കുന്നത്. പടച്ചവന്റെ വെറുപ്പ് പിടിച്ചു പറ്റാൻ വേണ്ടിയല്ലേ ഇവരിത്തരം പരിശ്രമം നടത്തുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രവർത്തകരെ, എത്ര സമയമില്ലെങ്കിലും നിസ്കാരശേഷം ദുആയിരക്കാതെ എഴുന്നേറ്റ് പോകരുത്. കൂട്ടമായി ദുആരക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇദാ ദഅഉതു ഫഅമ്മിനു, ഞാൻ ദുആരക്കും, നിങ്ങൾ ആമീൻ പറയണം. അങ്ങനെ ദുആയും ആമീനും ഒക്കെ ഇവിടെ നടന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ഇമ്മത്തുകൾ ഗ്രന്ഥങ്ങളിൽ വളരെ ആധികാരികമായി തന്നെ പഠിപ്പിച്ചു. ഇമാം ഖാദി ബൈളാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ ബൈളാവിയിൽ ഈ ഇയ്യാക നഅ്ബുദു പഠിപ്പിച്ചിട്ട് അവിടെ പറഞ്ഞത് കാണാൻ കഴിയും. അദ്റജ ഇബാദതഹു ഫീ തളാഇഫി ഇബാദതിഹിം വഖലത ഹാജതഹു ബിഹാജതിഹിം ലഅല്ലഹാ തുഖ്ബലു ബിബറകതിഹാ. സുബ്ഹാനല്ലാഹ്. കൂട്ടമായി നഅ്ബുദു എന്നും ഇഹ്ദിന എന്നുമൊക്കെ ജംഅ് ബഹുവചനത്തിന്റെ പദങ്ങൾ ഉപയോഗിച്ചത് എന്തിനെന്നറിയുമോ? അദ്റജ ഇബാദതഹു ഫീ തളാഇഫി ഇബാദതിഹിം. നീ ഒറ്റയ്ക്കാണ് നിസ്കരിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ചെറിയ സംഘമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിലും, അല്ലാഹുവേ ഞാൻ ഒറ്റയ്ക്കല്ല ദുആയിരിക്കുന്നത്, കോടാനുകോടി വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ എൻ്റെ പ്രാർത്ഥനയും സ്വീകരിക്കണമേ അല്ലാഹ്. അതുകൊണ്ട് ഞാനൊരു പക്ഷേ കൊടും പാപിയായേക്കാം, ഞാനൊരു വലിയ തെറ്റുകാരനായേക്കാം, പക്ഷേ എന്നാലും അവരുടെ കൂട്ടത്തിൽ നിന്റെ ദുആ ഇറക്കുമ്പോൾ ലഅല്ലഹാ തുഖ്ബലു ബിബറകതിഹാ, ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ പഠിപ്പിച്ചു, ആ കൂട്ടത്തിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കും, നിന്റെ ദുആയ്ക്കും അല്ലാഹു തആല ഇജാബത്ത് ചെയ്യും. ഇതാണ് കൂട്ടുപ്രാർത്ഥനയുടെ ആത്മീയത. ഈ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മളുടെ സൽക്കർമ്മങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും നിന്ന് പരാമർശിക്കുന്നത് കേട്ടുകൊണ്ട് നാം നമ്മുടെ അയിമ്മത്തുകൾ പഠിപ്പിച്ചു തന്ന തിരുസുന്നത്തുകളുടെ നേരെ ബഹിഷ്കരണം കൽപ്പിക്കാൻ ഒരിക്കലും നമുക്ക് അനുവാദമില്ല. അള്ളാഹുവിൻ്റെ കോപം കിട്ടുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
എല്ലാ നിസ്കാര ശേഷവും അഖ്ബല അലൈനാ, ഞങ്ങളുടെ മേൽ തിരിഞ്ഞിരിക്കുമായിരുന്നു. തിരിഞ്ഞിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രയോഗത്തിന്റെ അർത്ഥം തന്നെ ബഹുമാനപ്പെട്ട ഇമ്മത്തുകൾ പഠിപ്പിച്ചു. നബി തങ്ങൾ തിരിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞാൽ ബിജഇലി യമീനിഹി ഇലൽ മഅ്മൂമീന വയസാരിഹി ഇലൽ മിഹ്റാബ്, വലതുഭാഗത്തെ മഅ്മൂമീങ്ങൾക്ക് തിരിച്ചും ഇടതുഭാഗത്തെ ഖിബലയ്ക്ക് തിരിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമായിരുന്നു. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈനിലും തുഹ്ഫയിലും മുഗ്നിയിലും നിഹായയിലും മുഴുവൻ അഇമ്മത്തുകളും പഠിപ്പിച്ചു തന്നത്. നിസ്കാരം കഴിഞ്ഞാൽ അഖ്ബല അലൈന എന്നതിൻ്റെ അർത്ഥം നേരെ പുറകോട്ട് തിരിഞ്ഞിരിക്കുമെന്നല്ല, വലതുഭാഗത്തെ മഅ്മൂമീങ്ങളിലേക്ക് തിരിച്ച് ഇടതുഭാഗം ഖിബ്ലയ്ക്ക് നേരെയാക്കി ഇരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഫത്താവൻ നിഹായയിൽ ഇമാം റംലി റളിയല്ലാഹു ഫത്താവ റംലിയിൽ ഇമാം റംലി റളിയല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് അഇമ്മത്തുകളെല്ലാം അത് ഒപ്പുവെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാമിനെ ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ സഹാബ കിറാം പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മുത്തുനബിയുടെ വലതുഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾ തിരക്ക് കൂട്ടാറുണ്ടായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. എന്താണ് അതിന്റെ പശ്ചാത്തലം? നിസ്കരിച്ചു കഴിഞ്ഞാൽ അഖ്ബല അലൈന, നബിതങ്ങൾ വലത്തേക്ക് തിരിഞ്ഞിരിക്കും. അപ്പൊ നബിതങ്ങളുടെ മുഖം നല്ലപോലെ കാണാമല്ലോ എന്ന് കരുതി സഹാബാക്കൾ മുത്തുനബിയുടെ സഫിൽ വലതുഭാഗത്ത് നിൽക്കുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിരവധി രേഖകൾ നിരത്താനുണ്ട്, ഞാൻ അങ്ങോട്ട് വിശാലമായി കടത്തുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ടായതുകൊണ്ട് ഞാൻ അത് അവിടെ വെച്ച് ചുരുക്കുകയാണ്. അതുകൊണ്ട് ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പ്രകാരം മുത്തുനബിയെ ഇത്തിബാ ചെയ്തുകൊണ്ട് സുന്നത്തായ കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ നമ്മൾ ജാഗരൂകരായി രംഗത്ത് വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഖബർ സിയാറത്ത് നമ്മുടെ ഏറ്റവും അഹമ്മായ മുഹിമ്മായ ഒരു വിഷയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയ വിജയം കൈവരിക്കുന്നതിന് നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ചു തന്നതും പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതുമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. ഓ മുഅ്മിനീങ്ങളെ, തഖ്വ നിലനിർത്തേണ്ടതുണ്ടോ? തഖ്വ നിലനിർത്തേണ്ടതുണ്ടെങ്കിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളുമായി സഹകരിക്കുക, അവരോട് ചേർന്ന് പ്രവർത്തിക്കുക, അവരെ കൂട്ടത്തിൽ ചെന്ന് കൂടുക. ഇന്ന് ഈ സമ്മേളനത്തിൽ നമ്മൾ 10,000 ഒരുമിച്ച് കൂടുമ്പോൾ എത്രയോ ഔലിയാക്കന്മാർ, എത്രയോ സ്വാലിഹീങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവരും കൂടി ഇവിടുത്തെ ദുആകളിലും കാര്യങ്ങളിലും രക്ഷപ്പെടും. ഇത് ഒരു സിയാറത്താണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, റജബും ശഅബാനും റമദാനും വരുന്നു. നമ്മൾ ഈ സുന്നത്തുകൾ ഏറ്റെടുക്കണം. നമ്മുടെ പരിസരത്തുള്ള സാദാത്തുക്കളുടെ മഖാമുകളിൽ, നമ്മുടെ പരിസരത്തുള്ള ഔലിയാക്കന്മാരുടെ മഖാമുകളിൽ, നമ്മുടെ ഉസ്താദുമാരുടെ മഖാമുകളിൽ, ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊക്കെ സിയാറത്തിന് പോകും, നിങ്ങൾ അജ്മീറിലേക്കും നാഗൂറിലേക്കും പോകും, ഞങ്ങളാകുന്ന ഉസ്താദുമാരെ നിങ്ങൾ ഒരുപക്ഷെ ഓർക്കാറില്ലെന്ന് അവിടുന്ന് പറഞ്ഞത് സങ്കടത്തോടെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ മുറബ്ബി നമ്മുടെ ഉസ്താദുമാരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉസ്താദുമാരുടെ മദദ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഉസ്താദുമാർക്ക് നീ ബർസഖിയായ ലോകത്ത് അനന്തമായ ഉയർച്ചയും വളർച്ചയും നൽകണം റഹ്മാനെ. നമ്മളെ സംബന്ധിച്ച് അജ്മീറും നാഗൂറും പോകുന്നതിനേക്കാൾ ഉത്തമം നമ്മുടെ വാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകണം, നമ്മുടെ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകണം, നമ്മളെ പ്രാപ്തമാക്കിയ നമ്മുടെ മശായിഖുമാരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകണം. ഇതെല്ലാം അടച്ചു പൂട്ടിക്കെട്ടി നമ്മളെ പിശാചിന്റെ പിറകെ തള്ളിവിടാനാണ് ബിദ്അത്തുകാരൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലാഹു തആല പറയുന്നു, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും തൗബ സ്വീകരിക്കാനും ഏറ്റവും വലിയ മാനദണ്ഡമായി പ്രഖ്യാപിച്ചത് ജാഊക, മുത്തുനബിന്റെ ഹളറത്തിൽ അവർ വരട്ടെ. പാപം ചെയ്ത ആളുകൾ, തെറ്റ് ചെയ്ത ആളുകൾ, അക്രമം ചെയ്ത ആളുകൾ പാപമോചനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മുത്തുനബിന്റെ ഹളറത്തിൽ വരട്ടെ. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, അഖറബുൽ ഖുറബാത്തി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സൽക്കർമ്മമാണ്.
അതുകൊണ്ട് ഖബർ സിയാറത്തിന് പോകണം. തിരുതാഹ തങ്ങളുടെ റൗള ഷരീഫിൽ പോയിട്ടില്ലാത്ത പ്രവർത്തകരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സമ്പത്ത് ഉരുക്കുകൂട്ടി മദീന മുനവ്വറയിൽ സിയാറ മദീനയിലേക്കും ഹറമിലേക്കും ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ നിയ്യത്ത് ചെയ്ത് പുറപ്പെടേണ്ട സമയം വൈകിയിരിക്കുന്നു. നമുക്ക് പൂർണ്ണമായ മഗ്ഫിറത്ത് കിട്ടാൻ മദീനയിലെത്തിയേ കഴിയുള്ളൂ. മദീനയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് പറഞ്ഞതുപോലെ ജുമുഅയാണ് മക്കത്ത് പോയി ഹജ്ജ് ചെയ്യാൻ ഭാഗ്യമില്ലാത്ത അല്ലെങ്കിൽ സാധ്യതയില്ലാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത പാവപ്പെട്ടവന്റെ ഹജ്ജ് ജുമുഅയ്ക്ക് പങ്കെടുക്കലാണെന്ന് പറഞ്ഞതുപോലെ മദീനയിൽ പോയി സിയാറത്ത് ചെയ്യാൻ പാവപ്പെട്ടവൻ സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ അവന്റെ പരിഹാരം മൗലിദോദലാണ്, സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കലാണ്, മഹ്ദറത്തുൽ ബദ്രിയയിൽ പങ്കുചേരലാണ്. അവിടെ റസൂലുള്ളാഹി തങ്ങളുടെ റൂഹ് അവിടെ ഹാദിറാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അത് മുത്തുനബിയെ സിയാറത്ത് ചെയ്തതിന്റെ പുണ്യം കിട്ടുന്ന മണ്ഡലമാണെന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദിക്റിന്റെ മജ്ലിസുകൾ നാം മുറുക്കി പിടിക്കണം. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ കാലികമായി ആധുനിക യൗവനത്തെ അനുഗ്രഹീതമാകുന്ന ആത്മീയതയിലേക്ക് പിടിച്ചു കെട്ടി നിയന്ത്രിക്കാൻ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ നേതൃത്വത്തിൽ സമസ്ത നിർദ്ദേശിച്ച മഹ്ദറത്തുൽ ബദരിയ എത്ര മനോഹരമാണ്. നമ്മുടെ യൂണിറ്റ് തലത്തിൽ സംഘടിപ്പിച്ചാൽ പോലും പ്രവർത്തകർ അതിൽ സംബന്ധിക്കാറില്ല. എത്ര അനാസ്ഥയാണ് നാം കാണിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ദിക്റുകൾ, ഹദ്ദാദ് റാത്തീബുകൾ, വിറുദുൽ ലത്തീഫുകൾ, മഹ്ദറത്തുൽ ബദരിയ, അതിലെല്ലാം എൻ്റെ പ്രവർത്തകർ ഈ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു ചെന്നാൽ കൂടുതൽ സജീവമായി സംബന്ധിക്കണമെന്ന് ഞാൻ സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് നമ്മുടെ ഫിഖ്ഹുസ് സുന്ന. സുന്നികളാകുന്ന നമ്മൾ അനുഷ്ഠിക്കേണ്ട സുന്നത്തായ കർമ്മങ്ങൾ അതാണ്. ആ കർമ്മങ്ങളിലൂടെ നമുക്ക് സർവാധിപതിയായ റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ വഴിയുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആദ്യകാലത്ത് കുന്തു നഹൈതുക്കും മിൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ, ഞാൻ ഖബർ സിയാറത്ത് തടഞ്ഞിരിക്കുന്നു. കാരണം ശിർക്കിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് പെട്ടെന്ന് അതിൻ്റെ ആത്മീയത ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് തൽക്കാലം ഖബർ സിയാറത്ത് വേണ്ട. അതിൻ്റെ ആത്മീയത മനസ്സിലാക്കി അതിൻ്റെ ചൈതന്യം മനസ്സിലാക്കിയതിൻ്റെ ശേഷം മുത്തുനബി തങ്ങൾ പറഞ്ഞു ഫസൂറുഹാ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സഹാബാക്കൾ മുഴുവനും ഖബർ സിയാറത്ത് ചെയ്തില്ലേ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിലേക്ക് വരുമെന്നും അവിടെ ജനങ്ങൾ തടിച്ചുകൂടുമെന്നും ഖബർ സിയാറത്ത് ചെയ്യുമെന്നും ഫയഖറഉ വയദഉ, ആ നബി സിദ്ദീഖ് തങ്ങളുടെ നേതൃത്വത്തിൽ ഖുർആൻ പാരായണം നടത്തി ഖബർ സിയാറത്ത് ചെയ്യും. അങ്ങനെ മദീന പള്ളിയിൽ ജനങ്ങളുടെ ഒരു വലിയ ജനാവലി ഉണ്ടാകും. ബിലാൽ, അങ്ങനെ ഇരിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഫീ ദുഖൂലിഹിം, ആ റൗള ശരീഫിലേക്ക് കടക്കാൻ വേണ്ടി കതക് തുറന്നു കൊടുക്കും. അങ്ങനെ റൗളയിലേക്ക് കടന്ന് ജനബാഹുല്യത്തെ മുൻനിർത്തി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതേ ഖബർ സിയാറത്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു സിയാറത്തിന് വരാൻ താമസിച്ചപ്പോൾ നബി തങ്ങൾ അങ്ങോട്ട് പോയി സ്വപ്നം കാണിച്ചു. എന്തേ ബിലാലെ മാഹാദിയിൽ ജൗഫത്തു യാ ബിലാൽ, എന്തേ എന്നെ സിയാറത്ത് ചെയ്യാൻ വരാത്തത്? എനിക്ക് നിന്നെ കാണണ്ടേ എന്ന് പറഞ്ഞ് നേരിട്ട് കാണാനുള്ള കൊതിയോടെ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചുണർത്തി പാതിരാത്രിയിൽ യാത്രാ സംഘം പുറപ്പെട്ട് ബഹുമാനപ്പെട്ട ബിലാൽ മദീനയിൽ വന്ന കഥ നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ മർക്കസിന്റെ എല്ലാ സംരംഭങ്ങളും തുടങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം സിയാറത്ത് ചെയ്തിട്ടാണ് അതൊക്കെ തുടങ്ങാറുള്ളത്. നമ്മളെല്ലാവരും ആ സുന്നത്ത് മുറുകെ പിടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നാം അതുമായി എപ്പോഴും കേൾക്കാറുള്ളതാണ്. ആ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ മൻ അമില ബിമാ അലിമ അല്ലമുല്ലാഹു മാ ലം യഅലം, ഒരുപാട് ദീനിയായ പുരോഗതി നമുക്കുണ്ടാകണം.
ധർമ്മം, അതുപോലെ അദബ് നമ്മൾ മുറാഅത്ത് ചെയ്യണമെന്ന് മാത്രം ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഉസ്താദുമാരോട് മാതാപിതാക്കളോട് ഒക്കെ അദബ് പാലിച്ചുകൊണ്ട് നമ്മുടെ സംഘടനാ നായകന്മാർ സംഘടനാ നേതൃത്വത്തെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് നമുക്ക് ജീവിച്ചാൽ അൽ മർഉ മഅ മൻ അഹബ്ബ, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. സുൽത്താനുൽ ഉലമയെ സ്നേഹിച്ചുകൊണ്ട് സാദാത്തുക്കൾ ആലിമീങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരു വസീലയായി ഈ മജ്ലിസിനെ നീ ഖബൂൽ ചെയ്യണമേ അല്ലാഹ് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.